ആള് മുടിയൊക്കെ കെട്ടി പ്രസവിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു ബേബി ഗേൾ നമുക്കുണ്ടായി. എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡെലിവറിക്കായിട്ട് വന്നതാണ്. ഒരു 12 മണിയായപ്പോൾ നമ്മൾ വന്നു. ഇനി ലേബർ റൂമിലെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ഇന്ന് 37 ആഴ്ചയും 5 ദിവസവും ഇന്ന് അതാണ് നമ്മുടെ ടൈം. അതായത് 38 ആഴ്ചക്ക് 2 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ഡേറ്റ് കിട്ടിയേക്കുന്നത് 27 ഒക്ടോബർ ആണ്. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകത. അത് തന്നെ, നാളത്തെ ദിവസം ആണ് 27 വരുന്നത്, ഒക്ടോബർ 27. അതൊരു കോയിൻസിഡൻസ് പോലെ വന്നതാണ്. നമുക്ക് ഡേറ്റ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇപ്പം BP, ഷുഗർ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടും മുൻകാല സ്കാനിങ് ഇഷ്യൂസുകളൊക്കെ ഉള്ളത് കൊണ്ടും നമുക്ക് 40 അല്ലേ ലാസ്റ്റ് 42 എനിക്കറിയില്ല, അവിടെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഇന്നിപ്പം 26 നമ്മളെ നൈറ്റ് 12 മണി കഴിയുന്നതോടെ നമ്മൾ ലേബർ റൂമിലേക്ക് പോവും. പിന്നെ ബാക്കി ആസ് യൂഷ്വലുള്ള പ്രൊസീജിയറുകൾ അത് കഴിഞ്ഞിട്ട് എല്ലാം ദൈവം സഹായിച്ച് നന്നാവുകയാണെങ്കിൽ ദൈവത്തെ പറഞ്ഞ നാളെ നമുക്ക് ബേബി വരും. അപ്പം നാളെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് തന്നെയാണ് നമ്മൾ ഡെലിവറിയും പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബർത്ത് സ്യൂട്ടാണ്. അപ്പോൾ എന്താ പറയുക, ബർത്ത് സ്യൂട്ടിൽ കയറാൻ തയ്യാറായി കൊച്ചിൻ്റെ അപ്പൻ നിൽക്കുന്നുണ്ട് ക്യാമറയും കൊണ്ട് അല്ലേ. പക്ഷെ ക്യാമറ അതിനകത്ത് കയറ്റുമോന്ന് അറിയത്തില്ല. പറയിനി കയറുണ്ടോ? ഞാൻ കയറുന്നുണ്ട്. ആര് ക്യാമറ പിടിക്കും? അമ്മച്ചി വരും. അമ്മച്ചി നീ ഫോണൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ അവിടെ അമ്മയുണ്ട്, അമ്മച്ചി ഉണ്ട്, പിന്നെ അത്രയും പേരുള്ളൂ. നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് സ്യൂട്ട് ആയതുകൊണ്ട് 3 ബെഡ്, പിന്നെ അത്യാവശ്യം ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കാനുള്ളതെല്ലാം ഉണ്ട്. ഒരു പാക്കേജ് പോലെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ പാക്കേജിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം. പിന്നെ നാളെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണുമായിരിക്കും. അമ്മായിയമ്മ മേടിച്ചു തരും, ആങ്ങളെ മേടിച്ചു തരും, പിന്നെ അമ്മ മേടിച്ചു തരും. നാളെ ആദ്യം നിന്നെ അൺബോക്സ് ചെയ്യട്ടെ, പിന്നെ അത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വക എല്ലാവരുടെയും വക കിട്ടും. അപ്പൊ നമുക്ക് അത് വേറെ വീഡിയോ ആക്കാം. സ്പെഷ്യൽ അല്ലേ നാളത്തെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നിന്റെ അൺബോക്സിങ്. ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ കിട്ടും നിനക്ക്. കറക്റ്റ് ഈ ദിവസം തന്നെ ആവാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാം. അതിൽ നീ ഒതുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് കറക്റ്റ് നാളെ നമ്മൾ വേറെ പദവിയിലേക്ക് കയറുമോ, നീ ഉത്തരവാദിത്വത്തിന്റെ പദവിയിലേക്ക് കയറാണ്. അതൊക്കെ ഇത് വരും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ പ്രസവിക്കാൻ പോവാണ്. ഇപ്പോഴാ അല്ല, ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. മാളുവിന് ഭയങ്കര പേടിയാണ് കഴിച്ചു. എന്റെ പേടി മാറ്റാൻ നാളെ പക്രു വരുന്നതെന്ന് മാളുവിന് ഭയങ്കര പേടിയാ. അപ്പം മാളുവിനെ പേടി മാറ്റാൻ വേണ്ടി മാളുവിൻ്റെ കൂടെ നാളെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നടുവിനും ചില സമയത്ത് ഇവിടെ മയങ്ങുന്നുണ്ട്. ഒന്നുമില്ല. വയറ് കട്ടിയാകുന്ന പോലെ ഉണ്ടോ? ചില സമയത്തൊക്കെ തിരിയും പറ്റണില്ല, ഭയങ്കരമായിട്ട് വേദനയുണ്ടോ മാളു? ചെറുതായിട്ട് എന്തോ കുത്തണ പോലെ അങ്ങനെയാണെന്ന് പറഞ്ഞു. ആരെങ്കിലും ആവാണ്ടൊന്നും ആവില്ലെന്ന് പറഞ്ഞു. ഇനി അത് കൂടി വരുമെന്ന് പറഞ്ഞു. പേടിച്ചണ്ട കേട്ടോ, പേടിച്ചണ്ട. പക്രൂടി ഉണ്ടല്ലോ, പിന്നെ തന്നെ പേടിക്കണം. പക്രുവിന് പേടിയില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് എൻഡിങ് എവിടെയായിരുന്നു? ലേബറിന്റെ മറ്റേ സ്ഥാനത്ത് സ്യൂട്ട് റൂമില്
ബർത്ത് സ്യൂട്ടിലായിരുന്നു. ബർത്ത് സ്വീറ്റ് അത് തന്നെ, അവിടെയായിരുന്നു. അവിടെ നമ്മൾ മറ്റേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ആംഗിളൊക്കെ കണ്ടുപിടിച്ച് അടുത്ത കുറച്ച് ഷൂട്ടൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഡോക്ടർ വന്നത്. അവിടെ മുതലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് അല്ലേ. അപ്പം ആദ്യം തന്നെ പറയാം, നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പെൺകുട്ടിയാണ്. പേര് ഇതുവരെ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേര് പറയാം. അപ്പം നമുക്കൊരു പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ഡെലിവറി സ്യൂട്ടിൻ്റെ നമ്മൾ അവിടെ വെച്ച് വീഡിയോകളൊക്കെ എടുത്തുകൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് നോക്കിയിട്ട്, അതായത് എനിക്ക് നമ്മൾ തലേന്ന് പോയി, ഞാൻ ലേബർ റൂമിലായിരുന്നു. അപ്പോൾ ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ യൂട്രസ് വികസിക്കാനും പെയിൻ വരാനായിട്ട് വേണ്ടിയിട്ട്. ഒരു 3 ടാബ്ലറ്റ് നമ്മുടെ നാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ മെൽറ്റായി പോകണം. അത് തന്നിട്ടൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതായിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് തന്നെ ഡോക്ടർ വന്നു. 7:30 ആയപ്പോൾ വന്നു. പിന്നെ ട്രിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ്റെ. പക്ഷെ അതൊന്നും എനിക്ക് ഇടേണ്ടി വന്നില്ല. ഇടേണ്ടി എന്നല്ല, ലേബർ പെയിൻ എനിക്കൊരു 10%, 1% പോലും ഉണ്ടായില്ല. അപ്പം ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടറിന് ബേബീനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മുകളിലായിരുന്നു ബേബി ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ബാക്കി എന്താ പറഞ്ഞതെന്ന് നമ്മുടെ കൂടെ ഉള്ളവർക്കേ അറിയത്തുള്ളൂ. സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. ബാക്കി ഫ്രണ്ടിലുള്ളവരോട് പറയാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് 3-4 പേര് അകത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഇനി പേടിക്കണ്ട, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ, വേറെ പ്രശ്നമൊന്നുമില്ല, ഇത്ര കഴിയുമെന്ന് പറഞ്ഞു. എല്ലാവരും എൻ്റെ വട്ടം വന്നു. അപ്പം തന്നെ പെട്ടെന്ന് എല്ലാവരും എന്താ പറയുക, ഇവിടുന്ന് എന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കുറേ സ്റ്റാഫുകൾ വന്നു. 2 കൈയ്യെ സിറിഞ്ച് ക്യാനിലിട്ടു. പെട്ടെന്നൊരു തൊപ്പി വെച്ചു. പെട്ടെന്ന് വേറൊരു ഡ്രസ്സ് കൊണ്ട് ഇടിയിച്ചു. എല്ലാം പടപടേന്നായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ ഞാൻ എല്ലാവരും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. പക്ഷെ നമുക്കത് ചെയ്തത് കാര്യമായിരുന്നു. അതെനിക്കറിയത്തില്ല, ഇവര് പറയുന്നത് എനിക്കറിയില്ല. കാര്യം എനിക്ക് സമയം നോക്കാൻ ഉണ്ടെങ്കിൽ അപ്പോൾ നീ ഇവിടെ വാ, എന്നാലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. അത് മോർണിംഗ് ആയിരുന്നു. അതായത് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു പറയുന്നത് 5 മിനിറ്റിനുള്ളിൽ ഒക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 5-10 മിനിറ്റിനുള്ളിൽ എല്ലാം പടപടേന്നായിരുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ളതായിരുന്നു. അങ്ങനെ നേരെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ഇവർക്കൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ പോയി. തിരിച്ചു വന്നത് എനിക്ക് ഓർമ്മയില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല അല്ലേ. അങ്ങനെ ഒരു ബേബി ഗേൾ നമുക്കുണ്ടായി. സുന്ദരി മോള്, കുറ്റക്കേട്ട മോള്, സുന്ദരി മോള്. പിന്നെ അന്നേരം നമുക്കിത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അറിയണ കുഞ്ഞ് നമുക്ക് പൊസിഷൻ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് തല തിരിഞ്ഞാണ് നിന്നത്. മീൻസ് കിടക്ക് റിച്ച് പൊസിഷൻ, അങ്ങനെ എന്തോ ഒരു പൊസിഷനിലായിരുന്നു. അത് ഇത് എന്താ പറയുക, സർജറി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അറിയണത്. കാര്യം നമ്മൾ എത്ര വെയിറ്റ് ചെയ്താലും നോർമൽ ഡെലിവറി അതിൽ നടക്കില്ലായിരുന്നു. അത് വേറെ കോംപ്ലിക്കേഷൻ്റെ അങ്ങേയറ്റത്തെ ഉള്ളായിരുന്നു. അപ്പം ഈ ചെറിയൊരു നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ തന്നെ പറഞ്ഞു കൊച്ചിന് ഭാഗ്യമുണ്ട്, ഇത് അറിയാണ്ട് തന്നെ നമ്മൾ അറിഞ്ഞത്. ഇത് സർജറി ചെയ്തപ്പോഴാണ് കുട്ടി ഇങ്ങനെയാണ് നടന്നത്. കുട്ടി സ്റ്റാൻഡിങ് പൊസിഷൻ, അതായത് കാല് താഴേക്കും, ബീച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കാല് താഴേക്കും തല മേളിലേക്കുമായിട്ട് അങ്ങനെയാണ് നിന്നത്. സൈഡും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതെന്തോ ഭാഗ്യത്തിൽ നമുക്ക് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഡോക്ടർമാരും അത് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താ പറയുക, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് നമ്മളെ ഫസ്റ്റ് റൂമിലേക്ക് മാറ്റി. ഒരു നൈറ്റ് മാത്രമേ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനായിട്ട് റൂമിലേക്ക് മാറ്റി. അന്ന് ഭയങ്കര പാടായിരുന്നു. ബെഡിൽ നിന്നൊക്കെ എണ്ണിക്കാനും മറ്റുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞിനും ഞാനും കുഞ്ഞുമായിട്ട് സെറ്റായില്ലായിരുന്നു. കൊച്ചിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി. ആദ്യത്തെ 2 ദിവസം അങ്ങനെ ആയിരുന്നു. ശിവരാത്രി ആയിരുന്നു. അതായത് 27-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോൾ 30 അല്ലേ, 31 ഇന്ന് 31. അപ്പം 4-ാമത്തെ ദിവസം ആവുന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആണ് ഇവിടുന്ന്. രാവിലെ പറഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ അന്ന് ഡൗൺ സിൻഡ്രത്തിൻ്റെ ഇതിനൊക്കെ ചെയ്ത സമയത്ത് സ്കാനിങ്ങിൻ്റെ ഒക്കെ കാര്യം നമ്മളന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്ന് നമ്മൾ സ്കാനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്തല്ലോ. അപ്പം അന്ന് പറഞ്ഞല്ലോ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ കുട്ടി ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്യുമ്പം ഇതൊക്കെ പോകേണ്ടതാണ് എന്ന് പറഞ്ഞല്ലോ. പീഡിയാട്രിഷ്യൻ വന്ന് നമുക്ക് അൾട്രാസൗണ്ടുകളൊക്കെ ചെയ്തു. ഒന്നിലും ഒരു കുഴപ്പമില്ല. പിന്നെന്താ പറയുക, പിന്നെ നമുക്ക് കുഞ്ഞ് ആ ഒരു പൊസിഷൻ ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ
ഹിപ്പ് നോക്കി, അതിൽ കുഴപ്പമില്ല. പിന്നെ കുഞ്ഞിന് മഞ്ഞ് ഉണ്ടോ നോക്കി. അങ്ങനെ കുഞ്ഞിൻ്റെ ടെസ്റ്റുകളെല്ലാം ഓക്കെയാണ്. നമ്മൾ അന്ന് കണ്ട സ്കാനിങ്ങിൽ കണ്ട ഫൈൻഡിങ്സ് ഒന്നും ആഫ്റ്റർ ഡെലിവറി നമ്മൾ കണ്ടില്ല. അപ്പം അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഇനി ഒരു എക്കോ എടുക്കുന്നുണ്ട്. കാര്യം അന്നത്തെ എക്കോയിലേക്ക് നമ്മൾ അന്ന് കണ്ടെന്ന് പറയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ അന്ന് മറ്റേ ഫ്ലൂയിഡ് ടെസ്റ്റ് എല്ലാം ചെയ്തത്. അപ്പം നമുക്ക് ഡോക്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അറിയേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം ആയില്ലേ, 48 hours തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിംറ്റംസ് അറിയേണ്ടതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 28 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി. കുഞ്ഞൊന്ന് പോയിട്ട് കുഞ്ഞിൻ്റെ കണ്ണിനൊക്കെ ചെറിയൊരു മഞ്ഞ പോലെ ഉണ്ട്, അതൊക്കെ ഓക്കെ ആവും. അതിനുശേഷം നമുക്ക് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ ഓക്കെയാണ്, ബേബി ഫൈനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്ന് ചെയ്യാം. 27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, അന്ന് തന്നെയാണ് നമുക്ക് കുട്ടിയുണ്ടായി. അതാണ് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരെ ബർത്ത്ഡേ ഒരു ദിവസമാണ് അല്ലേ. അതുകൊണ്ട് 2 ചെലവാണ് പക്രുവിന്. ഗിഫ്റ്റ് 2 പക്ഷെ എന്നിട്ട് എന്താ ഈ ബർത്ത്ഡേക്ക് ഒന്നും എനിക്ക് തന്നില്ല, ആരും തന്നില്ല. എല്ലാരും കേൾക്കട്ടെ, എനിക്ക് ഒന്നും തന്നില്ല ആരും. എന്റെ ഡോക്ടർ വരെ ഇവരോട് പറഞ്ഞു ആ കൊച്ചിന് വല്ലതും മേടിച്ചു കൊടുക്കാൻ, എന്നിട്ട് പോലും ആരും ഒന്നും തന്നില്ലെന്ന്. അങ്ങനെ 27/10 അന്ന് തന്നെയാണ് നമുക്ക് കുട്ടി ഉണ്ടായത്. അത് എന്താ പറയുക, ഭയങ്കര നമുക്കൊരു ഭാഗ്യം പോലെ കാണുന്നു. എന്തോ എല്ലാ ഡേറ്റും അങ്ങനെ ഓക്കെ ആയി. അമ്മച്ചി മിഠായി കൊണ്ടുവന്നു. പിന്നെന്താ, അങ്ങനെ കുറച്ച് ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നിപ്പോ പോകും. ബൈ.